ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലരും മുല്ലച്ചെടി വളർത്തുന്നവരായിരിക്കും അല്ലേ? ചില സമയങ്ങളിൽ നിറയെ ശിഖിരങ്ങളായിട്ട് പൂക്കൾ വരാതെ നമ്മുടെ ചെടി നിൽക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നും അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും നോക്കാം. മുല്ലച്ചെടി നിറയെ എങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചും പറയുന്ന ചെറിയൊരു വീഡിയോ ആണിത്. 3 മുല്ലച്ചെടികൾ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ കാണിക്കുന്നത്. അതിൽ 2 എണ്ണം അറേബ്യൻ ജാസ്മിനാണ്. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നല്ല കുടമുല്ലയാണ് കേട്ടോ. അപ്പോൾ ഈ കുടമുല്ല ഒരു 2 വർഷത്തോളമായി എൻ്റെ കയ്യിലുള്ളതാണ്. അറേബ്യൻ ജാസ്മിൻ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. അതിനകത്തേക്ക് പ്രത്യേകിച്ച് വളം കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനകത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ മണ്ണ് മാത്രം ചേർത്തിട്ട് ആ മണ്ണിൽ വെച്ച ചെടികളാണിതെല്ലാം. അപ്പോൾ അതെല്ലാം അതേ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കി, മഴയുള്ളത് കൊണ്ട് തന്നെ നല്ല വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ കടയൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ട് കടയൊക്കെ ഇളക്കി ചാണകം, ഉണക്കച്ചാണകമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഇത്തവണ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, മഴയുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും അളവിൽ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിശാഗന്ധിയിൽ ചാണകപ്പൊടി ഇട്ടു എന്ന് കണ്ടിട്ട് ആരും വേനൽക്കാലത്തൊന്നും ഇതുപോലെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ചെയ്ത് വെച്ചാലും രാത്രിക്ക് നല്ല മഴ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റായി വന്നോളും. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് ആ ചെടി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 അറേബ്യൻ ജാസ്മിൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വേരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടേ. വേരിൽ നിന്നും പുതിയ ശാഖകൾ വരുമ്പോൾ നമ്മൾ അത് മുറിച്ച് മാറ്റണം. നമ്മൾ അതിനെ റണ്ണേഴ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇത്തരം റണ്ണേഴ്സ് വള്ളിയായിട്ട് പോയി നിറയെ ശിഖിരങ്ങൾ വരും, നിറയെ ഇലകളൊക്കെ വരും. പക്ഷേ ഈ റണ്ണേഴ്സിന് പൂക്കൾ തരാൻ വളരെ മടിയായിരിക്കും. കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ തന്ന ഒരു കുടമുല്ലയാണ് അത് കേട്ടോ. അപ്പോൾ ഈ മഴയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നിർത്തുന്നതും വളപ്രയോഗമൊക്കെ ചെയ്ത് കൊടുക്കുന്നതേ. ഇത്തരം റണ്ണേഴ്സ് ഉള്ള ചെടിയിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ 3/4 ഭാഗം വലിച്ചെടുക്കുന്നത് ഈ റണ്ണേഴ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ റണ്ണേഴ്സ് ശക്തിയായിട്ട് വള്ളിയായി പോവുകയും ചെടിയിൽ പൂക്കൾ തരാനുള്ള സാധ്യത വളരെ കുറവുമായിരിക്കും. അത്തരം റണ്ണേഴ്സ് നമ്മൾ മുറിച്ച് മാറ്റുക തന്നെ വേണം കേട്ടോ. അതിനകത്ത് ചെറിയ മൊട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, റണ്ണേഴ്സ് മുറിച്ച് മാറ്റുക തന്നെ വേണം. റണ്ണേഴ്സ് മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ട് വരുന്ന ചെടിയിലേക്കാണ് ബാക്കി നമ്മളിട്ട് കൊടുക്കുന്ന എല്ലാ പോഷകങ്ങളും എത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി ശക്തിയായിട്ട് വളരുകയും നിറയെ പൂക്കൾ തരികയും ചെയ്യും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാം. ഞാൻ ഈ കുടമുല്ലയുടെ കമ്പുകളെല്ലാം നന്നായി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് വേറെ ഒരു കവറിലേക്ക് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയുള്ളത് കൊണ്ടാണ് ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ആ കമ്പുകളെല്ലാം മറ്റൊരു കവറിനകത്തേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതേപോലെ സാധാരണ മണ്ണ്, ആ മണ്ണിനകത്തേക്കാണ് കമ്പുകളെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ കമ്പ് കട്ട് ചെയ്ത് വെച്ചതെല്ലാം പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇതുപോലെ ചെറിയ രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ ഈ കമ്പ് കട്ട് ചെയ്ത് വെക്കുന്ന ചെടികളുടെ എല്ലാം ആ കമ്പ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കേട്ടോ അത് മണ്ണിനകത്ത് വെക്കാനായിട്ട്. അപ്പം ഞാനിതുപോലെ സാധാരണ കമ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ അതിനകത്ത് പിടിച്ചു വരും. നമ്മുടെ വീടും ചുറ്റുപാടും എല്ലാം മുല്ലപ്പൂക്കളുടെ മണം കൊണ്ട് നിറയാനും, അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തലയിലൊക്കെ മുല്ലപ്പൂ ചൂടി പോകാനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നല്ലതല്ലേ. പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ഇന്നത്തെ റേറ്റ്, ഓണം വിഷു സമയങ്ങളിലെല്ലാം 50, 60, 100 അത്രയും റേറ്റ് ഒരു മുളം പൂവിന് വന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വെറുതെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളത്. കാരണം ഒരു മുല്ലച്ചെടി വാങ്ങിക്കണമെങ്കിൽ നമ്മളൊരു 100, 150 ആ റേഞ്ചിനകത്ത് നമുക്ക് എങ്ങനെ പോയാലും മുല്ലച്ചെടികൾ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ കവറിനകത്താക്കി വെക്കുകയാണെങ്കിൽ മുല്ലപ്പൂ അന്വേഷിച്ച് നമുക്ക് വിപണിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു കവറിനകത്ത് 4ഉം 3ഒക്കെ കമ്പുകളായിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി പിടിച്ചു വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. മുറിച്ച് വെച്ചതിൽ നിന്നും കുറച്ചുകൂടി മൂത്ത ഒരു കമ്പെടുത്തിട്ട് ഒരു കാര്യം ചെയ്ത് കാണിച്ചു തരാം. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റുകയാണ് കേട്ടോ. അത് വേറൊരു രീതിയിൽ നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമ്മളത് നിർത്തിയിട്ടല്ല, അങ്ങനെ കെടുത്തി വെക്കുകയാണ് അത് മണ്ണിനകത്ത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ നിറയെ ബ്രാഞ്ചസ് അതിനകത്ത് നിന്ന് വരും കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇതിനെ നടുന്ന രീതിയും അതിൽ വളപ്രയോഗമൊക്കെയാണ് നമ്മൾ കാണിച്ചു തന്നത്. ഇനി നമ്മളിതിൻ്റെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇതിനകത്ത് എങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിനകത്ത് അധികം
പുറമേ നിന്നുള്ള വളങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ബാക്കി എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന വളം തന്നെയാണ് മുല്ലച്ചെടിക്കും നല്ലത്. മറ്റു ചെടികളെപ്പോലെ മുല്ലച്ചെടി അത്ര സെൻസിറ്റീവ് പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കിങ്ങനെ നേർപ്പിച്ച് വെള്ളമാക്കാതെയൊക്കെ ചെടിയുടെ കടയ്ക്കൽ ഇടാം കേട്ടോ. പച്ചക്കറി മുറിച്ചതിൻ്റെയൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ഇതിൻ്റെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ അഴുകിയിട്ട് നല്ല വളമായിട്ട് തന്നെ ചെടിയിലേക്ക് എത്തുകയും ചെയ്യും. അതിൻ്റെ പോഷക ഗുണങ്ങളെല്ലാം ചെടി വലിച്ചെടുക്കുകയും അതിൻ്റെ റിസൾട്ട് നമുക്ക് ചെടിയിലൂടെ തന്നെ കാണുകയും ചെയ്യാം. മുല്ലക്കൃഷി ഉപജീവനമാർഗ്ഗമായി മാറ്റിയ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.